അസ്സലാമലൈക്കും. ഇത്താത്തയാണ്. വീട്ടിനകത്ത് ഭയങ്കര സ്വസ്ഥത കുറവാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പഴയതുപോലുള്ള സ്നേഹമല്ല, നല്ല സ്നേഹത്തിൽ കഴിഞ്ഞതാണ്. പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് ഭയങ്കര വഴക്കാണ്. മക്കൾക്കിടയിലും ഭയങ്കര പ്രശ്നങ്ങളാണ്. കുടുംബത്തിലൊരു സമാധാനമല്ല എന്നൊക്കെ പറയുന്ന ആളുകളില്ലേ, അങ്ങനെയുള്ള ആളുകൾ ഞാൻ ഈ പറയുന്ന സൂറത്തുകൾ ഓതിക്കൊണ്ട് നിങ്ങൾ ദുആ ചെയ്ത് നോക്കി. ഇൻഷാ അല്ലാഹ് നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. നമ്മളിലേക്ക് ആരെങ്കിലും സിഹർ ചെയ്തിട്ടുണ്ടോ, കണ്ണേറാണോ എന്നൊക്കെ പലരും പറയാറുണ്ട്. ഇനി ആരെങ്കിലും സിഹർ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരിക്കലും നമ്മൾ സിഹർ ചെയ്തവരിലേക്ക് തിരിച്ച് എത്തട്ടെ എന്ന് ചിന്തിക്കാൻ പാടില്ല കേട്ടോ. അവരിലേക്ക് അത് തിരിച്ച് അവരിലേക്ക് തന്നെ എത്തട്ടെ എന്നല്ല, അതിന് പകരം റബ്ബിനോട് അവർക്ക് ഹിദായത്ത് നൽകട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മളിലേക്ക് എത്തിയ സിഹർ ആണെങ്കിലും കണ്ണേറാണെങ്കിലും അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ. അപ്പൊ ഞാൻ ഈ പറയുന്ന സൂറത്തുകൾ ഓതുക. സുബഹിക്ക് ശേഷവും മഗ്‌രിബിന് ശേഷവും ഓതാൻ ശ്രമിക്കുക. ഇനി 2 നേരം കഴിഞ്ഞില്ലെങ്കിൽ 1 നേരമെങ്കിലും നിങ്ങളത് ചൊല്ലാൻ ശ്രമിക്കുക. വീട്ടിനകത്ത് അൽഹംദുലില്ലാ നല്ല സമാധാനം ഉണ്ടാവും കേട്ടോ. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറ്റമുണ്ടെന്ന് നിർത്തരുത്. നിങ്ങൾ 1 പ്രാവശ്യമെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക. കുറച്ച് സമയം മതി കേട്ടോ അതിന്. ഏതൊരു നല്ല കാര്യത്തിനായി നമ്മൾ ദുആ ചെയ്യുമ്പോഴും ആദ്യം ഹംദ് കൊണ്ടും സ്വലാത്ത് കൊണ്ടും തുടങ്ങുക. സൂറത്തുൽ ജിന്ന് 1 പ്രാവശ്യം ഓതുക. ഫാത്തിഹ സൂറത്ത് 21 തവണ, അതിന് കഴിയുന്നില്ലെങ്കിൽ 11 തവണയോ 7 തവണയോ ഓതിയാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആയത്തുൽ കുർസി 7 തവണ. അതുപോലെ തന്നെ സൂറത്തുൽ ഇൻഷിറാഹ്, അതായത് അലം നശ്റഹ് ലക സദ്റക് എന്ന് തുടങ്ങുന്ന സൂറത്ത്, അതൊരു 7 തവണ. അതുപോലെ ഇലാഫി ഖുറൈശി സൂറത്ത്, അത് അറിയാത്തവർ ആകെ 2 വരെയേ ഉള്ളൂ കേട്ടോ. കുറച്ച് സമയം മതി, പക്ഷെ നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ വളരെ അധികം നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. അതുപോലെ ഖുറൈശി സൂറത്ത് പറഞ്ഞത് 7 തവണ കേട്ടോ. പിന്നെ ഇഖ്ലാസ് സൂറത്ത്, ഫലക്ക് സൂറത്ത്, നാസ് സൂറത്ത് 3 തവണ വീതം ഓതുക കേട്ടോ. ഇത് ഓതി നമ്മളൊരു പാത്രത്തിൽ വെള്ളത്തിൽ ഊതിയിട്ട് ആ വീട്ടിലുള്ളവരെല്ലാവരും കുടിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാകും കേട്ടോ. നമുക്ക് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നല്ല സ്നേഹം വർദ്ധിക്കുകയും കുടുംബത്തിൽ ആ ഒരു നെഗറ്റീവ് എനർജി ഇല്ലാതാവുകയും ചെയ്യും എന്നുള്ളത്. യൂട്യൂബിൻ്റെ വരുമാനമൊന്നും എനിക്ക് വേണ്ട കേട്ടോ, അതിൻ്റെ 1 രൂപ പോലും എനിക്ക് വേണ്ട. അതിന് വേണ്ടിയിട്ടല്ല, ഒരുപാട് സഹോദരങ്ങൾ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് വീട്ടിനകത്തുള്ള പ്രശ്നങ്ങൾ കാരണം. അപ്പം നിങ്ങളിത് ദിനേന ചൊല്ലുക. സിഹർ മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളത് ഉറച്ച വിശ്വാസത്തോട് മുന്നോട്ട് പോവുക. ആർക്കും നമ്മളിലേക്ക് സിഹർ ചെയ്തവരെ തിരിച്ച് അതുപോലെ ആവണം എന്ന് കരുതരുത്. അവർക്ക് ഹിദായത്ത് നൽകട്ടെ റബ്ബേ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക.